എല്ലാവർക്കും PSC വിത്ത് വിവിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ PSC ചോദിച്ച 20 ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് നമ്മൾ നോക്കുന്നത്. ഈ 20 ചോദ്യങ്ങൾ ഇനി വരുന്ന PSC പരീക്ഷകളിലും ചോദ്യങ്ങളായി കടന്നു വരാൻ സാധ്യതയുള്ളവയാണ്. അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് നിങ്ങൾ നോക്കുക. 20 ചോദ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, ഓൺ വിച്ച് ഡേ ഈസ് സംവിധാൻ ദിവസ് സെലിബ്രേറ്റഡ് ഇൻ അവർ കൺട്രി? On which day സംവിധാൻ ദിവസ് സെലിബ്രേറ്റഡ് ഇൻ അവർ കൺട്രി? ഇതിൻ്റെ ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്, നവംബർ 26. നവംബർ 26 ശരി ഉത്തരം. രണ്ടാമത്തെ ചോദ്യം, ആൻ ഇൻ്റർപ്രറ്റേഷൻ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഈസ് ബേസ്ഡ് ഓൺ ദി സ്പിരിറ്റ് ഓഫ്, ഒന്നുകൂടി പറയാം, ആൻ ഇൻ്റർപ്രറ്റേഷൻ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഈസ് ബേസ്ഡ് ഓൺ ദി സ്പിരിറ്റ് ഓഫ്, ഇതിൻ്റെ ശരി ഉത്തരം ഓപ്ഷൻ എ, പ്രിയാമ്പിളാണ്. പ്രിയാമ്പിളാണ് ശരി ഉത്തരം. മൂന്നാമത്തെ ചോദ്യം, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ക്യാൻ ബി സസ്പെൻഡഡ് ഡ്യൂറിങ്, നിങ്ങളതിൻ്റെ ശരി ഉത്തരം ഒന്ന് നോക്കുക. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ക്യാൻ ബി സസ്പെൻഡഡ് ഡ്യൂറിങ്, ശരി ഉത്തരം ഓപ്ഷൻ എ, നാഷണൽ എമർജൻസിയാണ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ക്യാൻ ബി സസ്പെൻഡഡ് ഡ്യൂറിങ് നാഷണൽ എമർജൻസി. കൊടുത്തിരിക്കുന്ന ഓപ്ഷനുകൾ നാഷണൽ എമർജൻസി, ഫിനാൻഷ്യൽ എമർജൻസി എന്നിവ രണ്ടുമാണ്. പിന്നെ ബോത്ത് ഫിനാൻഷ്യൽ ആൻഡ് നാഷണൽ എമർജൻസി. ഈ ചോദ്യം വായിക്കുന്നവർ നാഷണൽ എമർജൻസി, ഫിനാൻഷ്യൽ എമർജൻസി ഇവയുടെ ആർട്ടിക്കിൾ ഒന്ന് കമൻറ്റിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് ഉപകാരപ്രദമായിരിക്കും. അറിയാവുന്നവർ ആർട്ടിക്കിൾ ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക. 84ാമത്തെ ചോദ്യം, ടു അപ്ഹോൾഡ് and protect the sovereignty, unity and integrity of India is a provision mentioned in, ചോദ്യം ഒന്നുകൂടി ചോദിക്കാം, to uphold and protect the sovereignty, unity and integrity of India is a provision mentioned in which article എന്നുള്ളതാണ് ചോദ്യം. അതിൻ്റെ ശരി ഉത്തരം ഓപ്ഷൻ ബി, ആർട്ടിക്കിൾ 51A ആണ്. ആർട്ടിക്കിൾ 51A അപ്ഹോൾഡ് ആൻഡ് പ്രൊട്ടക്ട് ദ സോവറിനിറ്റി, യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ഇന്ത്യ എന്നുള്ള പ്രൊവിഷൻ ആഡ് ചെയ്തിരിക്കുന്നത്. 85ാമത്തെ ചോദ്യം, റൈറ്റ് ടു പ്രൈവസി ആസ് എ ഫണ്ടമെൻ്റൽ റൈറ്റ് ഈസ് ഇംപ്ലൈഡ് ഇൻ വിച്ച് ആർട്ടിക്കിൾ എന്നുള്ളതാണ് ചോദ്യം. ചോദ്യം ഒന്നുകൂടി ചോദിക്കാം, റൈറ്റ് ടു പ്രൈവസി ആസ് എ ഫണ്ടമെൻ്റൽ റൈറ്റ് ഈസ് ഇംപ്ലൈഡ് ഇൻ വിച്ച് ആർട്ടിക്കിൾ? ഒരു 5 സെക്കൻഡ് തരാം, എന്നിട്ട് നിങ്ങൾക്ക് ഉത്തരം രേഖപ്പെടുത്താവുന്നതാണ്. ഇതിൻ്റെ ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്, ആർട്ടിക്കിൾ 21. ആർട്ടിക്കിൾ 21 റൈറ്റ് ടു പ്രൈവസി ആസ് എ ഫണ്ടമെൻ്റൽ റൈറ്റ് ഈസ് ഇംപ്ലൈഡ് ഇൻ ആർട്ടിക്കിൾ 21. ഇനി 6ാമത്തെ ചോദ്യം നോക്കാം, വു കോൾ ദ പ്രിയാമ്പിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആസ് എ സോൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ? ചോദ്യം ഒന്നുകൂടി ചോദിക്കാം, വു കോൾ ദി പ്രിയാമ്പിൾ ടു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആസ് സോൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ? ഓപ്ഷനുകൾ നോക്കാം, അംബേദ്കർ, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, പണ്ഡിറ്റ് താക്കൂർദാസ് ഭാർഗവ, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. എൻ്റെ ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്, പണ്ഡിറ്റ് താക്കൂർദാസ് ഭാർഗവയാണ് പ്രിയാമ്പിൾ ടു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആസ് എ സോൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിച്ചത്. ഇനി അടുത്ത ചോദ്യം നോക്കാം, 87ാമത്തെ ചോദ്യം, വിച്ച് ഈസ് നോൺ ആസ് ദി മിനി കോൺസ്റ്റിറ്റ്യൂഷൻ? വിച്ച് ഈസ് നോൺ ആസ് ദി മിനി കോൺസ്റ്റിറ്റ്യൂഷൻ? ഓപ്ഷനുകൾ നോക്കാം, 42nd അമെൻമെൻറ്റ്, 44th അമെൻമെൻറ്റ്, 52nd അമെൻമെൻറ്റ്, 73rd അമെൻമെൻറ്റ്. ഇതിൽ ഏത് അമെൻമെൻറ്റാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നതെന്നാണ് ചോദ്യം. അതിൻ്റെ ശരി ഉത്തരം സിമ്പിളാണ്, ഓപ്ഷൻ എ, 42nd അമെൻമെൻറ്റ്. ഇനി 88ാമത്തെ ചോദ്യം നോക്കാം, വിച്ച് ഓഫ് ദി റൈറ്റ്സ് വാസ് കൺസിഡേർഡ് ദി ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ബൈ ഡോക്ടർ BR അംബേദ്കർ? Which of the rights was considered as the heart and soul of the Indian Constitution by Dr. BR Ambedkar? ഓപ്ഷനുകൾ നോക്കാം, റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച്, റൈറ്റ് ടു ഇക്വാളിറ്റി, റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ ആൻഡ് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷൻ റെമഡീസ്. എൻ്റെ ശരി ഉത്തരം ഓപ്ഷൻ ഡി, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷൻ റെമഡീസ്. ഇതൊക്കെ എത്രയോ വട്ടം പരീക്ഷകളിൽ ചോദിച്ച ചോദ്യങ്ങളാണ് അല്ലേ. ഇനി 89ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോവിങ് ആർട്ടിക്കിൾസ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ സേഫ് ഗാർഡ് ദി റൈറ്റ്സ് ഓഫ് മൈനോറിറ്റീസ് to establish and run educational institutions of their own liking? ഇതും നിരവധി പരീക്ഷകളിൽ കണ്ടു മറിഞ്ഞ ചോദ്യങ്ങളാണ്. ഓപ്ഷനുകൾ നോക്കാം, ആർട്ടിക്കിൾ 19, ആർട്ടിക്കിൾ 30,
ആർട്ടിക്കിൾ 34, ആർട്ടിക്കിൾ 33. ചോദിച്ചിരിക്കുന്നത് എന്താണ്? റൈറ്റ്സ് ടു മൈനോറിറ്റി ടു എസ്റ്റാബ്ലിഷ് ആൻഡ് റൺ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ദെയർ ഓൺ ലൈക്കിംഗ്. അത് ഏതാ ആർട്ടിക്കിളാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരി ഉത്തരം ഓപ്ഷൻ ബി, ആർട്ടിക്കിൾ 30 ശരി ഉത്തരം. ആർട്ടിക്കിൾ 30. അടുത്ത ചോദ്യം നോക്കാം. റൈറ്റ് ടു പ്രോപ്പർട്ടി എന്താണ് താഴെ കൊടുത്തിരിക്കുന്നതിലെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഫണ്ടമെൻ്റൽ റൈറ്റ് ആണോ, കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആണോ, ബോത്ത് ഫണ്ടമെൻ്റൽ ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആണോ, ഫണ്ടമെൻ്റൽ അല്ലെങ്കിൽ രണ്ടും അല്ല, ഫണ്ടമെൻ്റലോ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്, നോ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്, ഇതിലേതാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ശരി ഉത്തരം ഓപ്ഷൻ ബി, കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആണ് റൈറ്റ് ടു പ്രോപ്പർട്ടി എന്നുള്ളത്. അതിൻ്റെ ആർട്ടിക്കിൾ അറിയാവുന്നവർ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് എന്ന് പറയുന്നത് റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആണ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. വിച്ച് ഓർഗനൈസേഷൻ റിലീസ് ദി ഇമ്പാക്റ്റ് ഓഫ് ഡിസാസ്റ്റർ ഓൺ അഗ്രികൾച്ചർ ആൻഡ് ഫുഡ് സെക്യൂരിറ്റി? ഓപ്ഷനുകൾ നോക്കാം. ഓപ്ഷൻ എ നബാർഡ്, ഓപ്ഷൻ ബി നീതി ആയോഗ്, ഓപ്ഷൻ സി FAO, ഓപ്ഷൻ ഡി UNEP. ഇതിൻ്റെ ശരി ഉത്തരം ഓപ്ഷൻ സി FAO ആണ് ശരി ഉത്തരം. എന്താണ് FAO? ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷനാണ് FAO. 1945 ആരംഭിച്ച സംരംഭമാണ് FAO. അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് പല പരീക്ഷകളും ചോദിച്ചിട്ടുണ്ട്. റോം, ഇറ്റലിയിലെ റോമാണ് FAO, ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ്റെ ആസ്ഥാനം. അതോടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. 92ാമത്തെ ചോദ്യം. ഇൻ വിച്ച് ഇയർ ദി കേരള സ്റ്റേറ്റ് ലിറ്ററസി മിഷൻ അതോറിറ്റി വാസ് സെറ്റപ്പ്? ഇതൊക്കെ നിരവധി പരീക്ഷകൾ ചോദിച്ചിട്ടുള്ളതാണ്. ഓപ്ഷൻ ബി 1998 ശരി ഉത്തരം. ഓപ്ഷൻ ബി 1998. അടുത്ത ചോദ്യം നോക്കാം. ഹു വാസ് ദി ഫസ്റ്റ് നോൺ ബ്രാഹ്മിൻ ടു റിംഗ് ദി ടെമ്പിൾ ബെൽ ഓഫ് ദി ഫേമസ് ഗുരുവായൂർ ടെമ്പിൾ? എന്താ ചോദ്യം? ഹു വാസ് ദി ഫസ്റ്റ് നോൺ ബ്രാഹ്മിൻ ടു റിംഗ് ദി ടെമ്പിൾ ബെൽ ഓഫ് ദി ഫേമസ് ഗുരുവായൂർ ടെമ്പിൾ? ഇതും ചില പരീക്ഷകളിലൊക്കെ PSC ഓൾറെഡി ചോദിച്ച ചോദ്യങ്ങളാണ്. എന്നാലും ഓപ്ഷൻ നോക്കാം. P. കൃഷ്ണൻ പിള്ളൈ, AK ഗോപാലൻ, KK എളപ്പൻ ആൻഡ് ശ്രീനാരായണ ഗുരു. ഇതിൻ്റെ ശരി ഉത്തരം ഓപ്ഷൻ എ, P. കൃഷ്ണപിള്ളയാണ് ശരി ഉത്തരം. ഇനി അടുത്ത ചോദ്യം 94ാമത്തെ ചോദ്യം. ഇൻ വിച്ച് ഇയർ കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ബോർഡ് വാസ് എസ്റ്റാബ്ലിഷ്ഡ്? കിഫ്ബിയുടെ ഫുൾ ഫോമാണ്. കിഫ്ബി എന്നാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് ചോദിക്കുന്നത്. കിഫ്ബിയുടെ ഫുൾ ഫോം എന്താണ്? കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ബോർഡ്. ചില പരീക്ഷകളിൽ കിഫ്ബി എന്ന് വന്നിട്ട് അതിൻ്റെ എക്സ്പാൻഷൻ എന്താണെന്ന് എഴുതാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ബോർഡ് എന്നുള്ളതാണ്. ഇപ്പോൾ നിരവധി വാർത്താ പ്രാധാന്യം നേടിക്കൊണ്ടിരിക്കുകയാണ് കിഫ്ബി. അപ്പോൾ അതുകൊണ്ട് തന്നെ ചോദ്യം ചോദിച്ചത് സ്വാഭാവികമാണ്. സാധാരണ വർഷം മാത്രമാണ് തരാറുണ്ടായിരുന്നത്. ഇതിപ്പം വിത്ത് ഡേറ്റ്, മന്ത് എല്ലാം കൂടെ ഉൾപ്പെടുത്തിയാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. എന്തായാലും നമുക്ക് ഓപ്ഷനുകൾ നോക്കാം. ഓപ്ഷൻ എ 11/11/98, ഓപ്ഷൻ ബി 10/10/99, ഓപ്ഷൻ സി 11/11/99, ഓപ്ഷൻ ഡി 9/9/1999. ഇതിനകത്ത് ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്. 11/11/1999 കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ബോർഡ് അഥവാ കിഫ്ബി എസ്റ്റാബ്ലിഷ് ആവുന്നത്. ഇനി അടുത്ത ചോദ്യം നോക്കാം. 95ാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദി ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ കറക്റ്റ് അബൌട്ട് മലയാളി മെമ്മോറിയൽ? മലയാളി മെമ്മോറിയലിനെ സംബന്ധിച്ച് ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് സ്റ്റേറ്റ്മെൻറ്റുകൾ നോക്കാം അല്ലേ. ദി മലയാളി മെമ്മോറിയൽ വാസ് എ പെറ്റീഷൻ ഗിവൻ ഇൻ 1891 ഡ്യൂറിങ് ദി ടൈം ഓഫ് ശ്രീമൂലം തിരുനാൾ മഹാരാജ. രണ്ടാമത്തെ ഓപ്ഷൻ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ബാരിസ്റ്റർ GP പിള്ളൈ വാസ് ദി ലീഡർ ഓഫ് മലയാളി മെമ്മോറിയൽ. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് KP ശങ്കരമേനോൻ ഫസ്റ്റ് സൈൻ ദി മലയാളി മെമ്മോറിയൽ. ആൻഡ് ഇൻ ട്രാവൻകോർ പൊളിറ്റിക്കൽ അജിറ്റേഷൻ സ്റ്റാർട്ടഡ് ഇൻ 1891 വിത്ത് മലയാളി മെമ്മോറിയൽ. ഈ 4 തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ. അതിനകത്ത് ഓപ്ഷൻ നോക്കാം. ഓൺലി 1 and 2, ഓപ്ഷൻ ബി ഓൺലി 2, ഓപ്ഷൻ സി ഓൺലി 1, 2 and 3 ആൻഡ് ഓൾ ദി എബോവ്. ഇതിൻ്റെ ശരി ഉത്തരം വരുന്നത് ഓൾ ദി എബോവ് ആണ്. ഇതിൽ തന്നിരിക്കുന്ന എല്ലാ സ്റ്റേറ്റ്മെൻറ്റുകളും ശരിയാണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. 96ാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ റോങ് അബൌട്ട് അന്നാചാണ്ടി? അന്നാചാണ്ടിയോട് ബന്ധപ്പെട്ട തെറ്റായ
സ്റ്റേറ്റ്മെൻറ്റുകളാണ് ചോദിച്ചിരിക്കുന്നത്, തെറ്റായ സ്റ്റേറ്റ്മെൻറ്റുകൾ കേട്ടോ. സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഫസ്റ്റ് വുമൺ ജഡ്ജ് ഓഫ് ഇന്ത്യ, ഷി വാസ് ബോൺ ഇൻ 1905. ജീവിത കഥ is the autobiography of Anna Chandy. She founded and edited the journal Srimati. ഈ 4 സ്റ്റേറ്റ്മെൻറ്റുകളാണ് തന്നിരിക്കുന്നത്. ഇതിൻ്റെ ശരി ഉത്തരം നോക്കാം. ഓപ്ഷൻ സി മാത്രമാണ് തെറ്റായിട്ടുള്ളത്. ശരി ഉത്തരം തെറ്റ്. ജീവിതകഥ ഇസ് ദി ഓട്ടോബയോഗ്രഫി ഓഫ് അന്ന ചാണ്ടി തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് തെറ്റ്. ബാക്കിയുള്ളതെല്ലാം ശരിയാണ്. അപ്പോൾ ജീവിതകഥ എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ജീവിതകഥ ആരുടെ ഓട്ടോബയോഗ്രഫി ആണെന്ന് നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 97ാമത്തെ ചോദ്യം. ഹു ഇസ് ദി ഓതർ ഓഫ് ദി ബുക്ക് ആത്മവിലാസം? ആത്മവിലാസം എന്ന പുസ്തകത്തിൻ്റെ ഓതർ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് അധികം പരിചയമില്ലാത്ത ചോദ്യമാണ്. നമുക്കെന്തായാലും ഓപ്ഷൻ നോക്കാം. ശ്രീനാരായണ ഗുരു, KP കേശവമേനോൻ, അയ്യ വൈകുണ്ഠർ, ചട്ടമ്പി സ്വാമികൾ. ഇവ 4മാണ് ഓപ്ഷൻ തന്നിരിക്കുന്നത്. ഇതിൻ്റെ ശരി ഉത്തരം ഓപ്ഷൻ എ, ശ്രീനാരായണ ഗുരുവിടെ പുസ്തകമാണ് ആത്മവിലാസം എന്നുള്ളത്. ശ്രീനാരായണ ഗുരുവാണ് ആത്മവിലാസം എന്ന പുസ്തകത്തിൻ്റെ ഓതർ. ഇനി അടുത്ത ചോദ്യം 98ാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ റോങ്? സ്റ്റേറ്റ്മെൻറ്റുകൾ നോക്കാം. ദ നായർ സർവീസ് സൊസൈറ്റി വാസ് ഫൗണ്ടഡ് ഇൻ 1916. ദി ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ വാസ് സൈൻഡ് ബൈ ശ്രീ ചിത്തിര തിരുനാൾ ഓൺ ദി ഈവൻ ഓഫ് ഹിസ് 24th birthday. A.G. Velayudan was killed in a police lathi charge during Paliyam Satyagraha. In 1928, Sahodaran Ayyappan became the editor of the magazine യുക്തിവാദി. ഈ 4 സ്റ്റേറ്റ്മെൻറ്റുകളാണ് തന്നിരിക്കുന്നത്. ഇനി ഓപ്ഷനുകൾ. ഇതിൽ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ സി ആണ്. തന്നിരിക്കുന്നതിൽ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. അതുകൊണ്ട് തന്നെ അത് ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്. അടുത്ത ചോദ്യം നോക്കാം. 99ാമത്തെ ചോദ്യം. ഹു ഓർഗനൈസ്ഡ് സവർണ ജാഥ ഡ്യൂറിങ് വൈക്കം സത്യാഗ്രഹ? സിമ്പിളായിട്ടുള്ള ചോദ്യമാണ് അല്ലേ. ഇതിൻ്റെ ശരി ഉത്തരം ഓപ്ഷൻ എ, മന്നത്ത് പത്മനാഭനാണ് സവർണ ജാഥ വൈക്കം സത്യാഗ്രഹത്തിൽ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. ഇനി 100ാമത്തെ അവസാനത്തെയും ചോദ്യം. ഹു ഈസ് അപ്പോയിൻറ്റഡ് ആസ് മാനേജിംഗ് ഡയറക്ടർ ഓഫ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ? റീസെൻ്റ് ആയിട്ടുള്ളൊരു കറണ്ട് അഫെയർ ചോദ്യമാണ്. ഓപ്ഷൻ നോക്കാം. മനീഷ് കപൂർ, സന്ദീപ് ഗാർഗ്, വിനയ് ടോൺസ് ആൻഡ് നവനീത് മുനോഫ്. ഇതിൽ ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്. വിനയ് ടോൺസ് ആണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മാനേജിംഗ് ഡയറക്ടറായിട്ട് അപ്പോയിൻ്റ് ആയിട്ടുള്ളത്. ഇത്രയുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന 20 ചോദ്യങ്ങൾ. ഈ ചോദ്യങ്ങൾ വരുന്ന PSC പരീക്ഷകളിലും ചോദ്യങ്ങളുടെ രൂപത്തിൽ വരാവുന്നതാണ്. അന്നേരം 1 മാർക്ക് നഷ്ടപ്പെടുത്താതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കൂ. എല്ലാവർക്കും എല്ലാവിധ ഭാവുകങ്ങളും വിജയാശംസകളും നേരുന്നു. താങ്ക് യു.